Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA BSc റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ട്യൂഷൻ ഉണ്ടോ, അടുത്ത മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ ട്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്രാഷ് കോഴ്സ് നൽകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ, അതായത് ക്രിഷ് ടോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ബാച്ചുകളുടെ BCom ആയിക്കോട്ടെ, BBA BA BScക്കാരുടെ ഒക്കെ തന്നെ നമ്മൾ ക്രാഷ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സക്സസ്ഫുള്ളി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് സെമസ്റ്ററിൽ റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പുതിയ സിലബസ് ആണ്, കുറച്ച് ടഫായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആണ് എക്സാം, ജനുവരിയിലാണ് എക്സാം. അപ്പോൾ നമ്മൾ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്താലേ, കാരണം ഡെയിലി 1 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഓരോ മണിക്കൂറുകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യം, 6 മാസം കൊണ്ട്, അതായത് ഒരു സെമ്മ് കൊണ്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു ബുക്കാണ് നമ്മൾ വെറും ഒരു 20 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും ദിവസങ്ങൾക്ക് മുന്നെങ്കിലും പഠിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസംബർ 8-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡിസംബർ 8 ഫ്രൈഡേ മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് തീരാന്ന് വെച്ചാൽ ഏകദേശം ഒരു ഡിസംബർ 25 ഒക്കെ ആകുമ്പോഴേക്കും തീരുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തെ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇതെൻ്റെ ഒരു ഉറപ്പാണ്. ഇനി ഈ ഒരു ട്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള, നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടുന്നതായിരിക്കും. കാരണം ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്താണ് പല പോയിന്റ്സും എൻ്റെ മൈൻഡിലോട്ട് അപ്പോൾ വരിക. അപ്പോൾ തോന്നുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ റെക്കോർഡഡ് ഓഡിയോ, ഇൻ കേസ് ഇപ്പോൾ മനുഷ്യാവസ്ഥയാണ്, എല്ലാ ദിവസവും ചിലപ്പോൾ കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ദിവസത്തിന്റെ റെക്കോർഡഡ് ഓഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലിടും. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ, ഇപ്പം ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അയക്കേണ്ട, ലാസ്റ്റ് കേട്ടിട്ട് അയച്ചാൽ മതി മെസ്സേജ്. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും വായിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറയാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു താല്പര്യമുള്ള കുട്ടികളെ വെച്ചിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും പിന്നീട് നമ്മൾ എല്ലാ ദിവസവും ഉള്ള ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ നോട്ടും റെക്കോർഡഡ് ഓഡിയോയും ആ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മുടെ ക്ലാസ് എന്നുള്ളത്. ഡെയിലി 1 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കോളേജ് പോകുന്ന കുട്ടികളായിരിക്കാം അല്ലെ, ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നവരായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു രാത്രി 1 മണിക്കൂർ മാത്രമേ നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് ഫോം ചെയ്യില്ലേ, എല്ലാ കുട്ടികളെയും വെച്ചിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഞാൻ 3 സമയങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അതായത് 7:30 to 8:30 വേണോ, അല്ലെങ്കിൽ 7 to 8 വേണോ, അതല്ലാന്നുണ്ടെങ്കിൽ 8:30 to 9:30 വേണോ, ഇതിൽ ഏത് സമയമാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെജോറിറ്റി ആൻസർ നോക്കിയിട്ട് ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്തിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ 8 മണി തൊട്ട് 9 മണി വരെ, അപ്പോൾ രാത്രി ആ ഒരു 8 മണി തൊട്ട് 9 മണി വരെയുള്ള ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെയിലി ഞാൻ ആ ഗ്രൂപ്പിൽ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇടും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ഓഡിയോയും വീഡിയോയും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക, അതൊന്നും ഓൺ ചെയ്യേണ്ട. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല, ഈ ഒരു പോർഷൻ ക്ലിയർ ആയില്ല, റേഞ്ച് പോയി, കട്ടായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോ ഓൺ ആക്കിയിട്ട് പറയാം, മിസ് ചെയ്ത് ക്ലിയർ ആയില്ല, ഈ പോർഷൻ മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓഡിയോ ഓൺ ചെയ്തിട്ട് പറയാവുന്നതാണ്. ഞാൻ ഒരാളുടെ അടുത്തും വീഡിയോ ഓൺ ചെയ്യൂ എന്നൊന്നും പറയില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് ആണ്, കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് എൻ്റർടൈൻ ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യും, ഒന്ന് മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് പറഞ്ഞേ എന്നൊക്കെ ചോദിക്കും. അപ്പം അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചോദ്യമൊക്കെ ചോദിക്കും കേട്ടോ. ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മിസ് അതെനിക്ക് കിട്ടിയില്ല, എനിക്ക് മനസ്സിലായില്ല, അതൊരു വട്ടം കൂടി പറയൂ, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് തുറന്ന് പറയാം നിങ്ങൾക്ക്. കാരണം ഒരാൾ ഇവിടെ ആരും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നോട്ട്സ് അടിപൊളിയായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇൻ കേസ് ഓരോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ റെക്കോർഡഡ് ഓഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അത് കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാം, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സോ നമ്മൾ അറ്റ് എ ടൈം നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്, ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ല ക്ലാസ് തന്നെ ആയിരിക്കും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണെന്ന് പറഞ്ഞു, സമയം പറഞ്ഞു. ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 8-ാം തീയതി. ഞാൻ പറഞ്ഞല്ലോ, ഡിസംബർ 8-ാം തീയതി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഡിസംബർ 25-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ടെൻഷൻ അവിടെ തീർന്നു. ഇനി ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് ബാക്കി സബ്ജക്ട്സ് ഫോക്കസ് ചെയ്താൽ മതിയായിരിക്കും. ദെൻ നോട്ട്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, റെക്കോർഡഡ് ഓഡിയോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സ് വെറുതെ എടുത്ത് പോകൽ മാത്രമല്ല, അത് തറവായിട്ട് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് ഞാൻ സെറ്റാക്കും. ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും റിവിഷൻ ക്ലാസ്സും ഒക്കെ ഉണ്ടായിരിക്കും. മോഡൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത് പുതിയ സിലബസാണ്, അതുകൊണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം കിട്ടാനില്ല. പക്ഷേ ചെറിയ രീതിക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് തന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും നിങ്ങൾക്ക് തരും. റിവിഷനായിട്ട് നമ്മൾ ലാസ്റ്റ് എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ 25-ാം തീയതി നമ്മുടെ ക്ലാസ് തീർന്നാലും എക്സാമിൻ്റെ ആ ഒരു ടൈം വരെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ഇപ്പം നമ്മുടെ എക്സാം ഇപ്പം നാളെ ആണെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ തലേ ദിവസം അതിൻ്റെ എന്താ പറയുക 2 ദിവസം മുന്നേ ഒക്കെ ആയിട്ട് റിവിഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ക്ലാസ് കഴിഞ്ഞു എന്ന് വെച്ച് ഞാൻ പിന്നെ നിങ്ങളായിട്ട് അങ്ങനെ വിടുന്നില്ല. ആ ഒരു എക്സാമിന് മുന്നേ തന്നെ റിവിഷൻ പോലെ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ടെൻഷൻ വേണ്ടി വരില്ല, അത് എൻ്റെ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ക്രാഷ് കോഴ്സ് ആണ്, ഡെയിലി 1 മണിക്കൂർ ക്ലാസ് എടുത്ത് തരുന്നതാണ്. സോ ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും, പക്ഷെ ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല മക്കളെ. അത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് കുട്ടികൾ പറയുന്നത് ഫീസ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. പിന്നെ ഫീസ് ഒരു ദിവസത്തേക്കല്ല കേട്ടോ, ഞാൻ അതിൽ പറയുന്ന ഫീസ് എന്താ പറയുക, മൊത്തം ദിവസത്തേക്കാണ്. അതായത് ഈ ഒരു സബ്ജക്റ്റ് ഫുള്ളായിട്ട് എടുത്ത് തീരാനാണ് ആ ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്ര വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ആയിട്ട് തോന്നില്ല. നിങ്ങൾ എന്തായാലും മെസ്സേജ് അയച്ചിട്ട് അതിൽ ബാക്കി ഡീറ്റെയിൽസും ഫീസിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. 8-ാം തീയതിക്ക് മുന്നേ ഫീസൊക്കെ അടച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവും നീളും തോറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ക്രാഷ് കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോട്ട്സ് ഉണ്ടാവും, റെക്കോർഡഡ് ഓഡിയോ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും. ഗൂഗിൾ മീറ്റ് വഴി ഡെയിലി 1 അവർ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. 25-ാം തീയതിക്കുള്ളിൽ തീരുന്ന രീതിക്കായിരിക്കും ക്ലാസ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 ദിവസം എക്സ്റ്റെൻഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാലും വല്ലാതെ നീണ്ടു പോകാനായിട്ട് സാധ്യതയില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ആ ഒരു നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്രിഷ്ടാക്സിൻ്റെ ഒഫീഷ്യൽ നമ്പറാണത്. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ട് മെസ്സേജ് അയക്കുക. സോ താങ്ക് യു.